നമസ്കാരം. ആദ്യം രണ്ടു വാക്ക് സംസാരിച്ചിട്ട് വിജയാഘോഷത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. എന്തോ പ്രിയപ്പെട്ട തിരുവനന്തപുരക്കാരെ നമസ്കാരം. എപ്പോഴും സിനിമ വിജയിക്കുമ്പോൾ ഇവിടെ വരുന്നതും പ്രത്യേകിച്ച് മോൾ ഓഫ് ട്രാവൻകൂറിൽ വരുന്നതും ഇവിടെ ഒരു സായാഹ്നം അടിച്ചു പൊളിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെ സിനിമ സക്സസ് ആവുന്നതിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് എപ്പോഴും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു. ഇനിയും കാണാനുള്ളവർ തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇപ്പോഴും തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കല്യാണം കഴിച്ചിട്ടുള്ള, കല്യാണം കഴിക്കാൻ പോകുന്നവര്, കല്യാണം കഴിച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവര്, സ്ത്രീധനം ചോദിക്കുന്നവര്, സ്ത്രീധനം കിട്ടാത്തവര്, അങ്ങനെയുള്ള നമുക്കറിയാവുന്ന ചുറ്റുമുള്ള ഒരുപാട് പേരെ പരിചയമുള്ളതുപോലെ തോന്നുന്ന കഥാ സാഹചര്യങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കിഷ്കിന്ധകാണ്ഡം ആഭ്യന്തര കുറ്റവാളി പോയി കാണണം. ഒരു വലിയ സക്സസ് ആയി മാറ്റിയ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം കേക്ക് കട്ട് ചെയ്ത് നമുക്കിത് അങ്ങോട്ട് ആഘോഷിക്കാം. താങ്ക് യു. നമ്മൾ ഈ ഒരു കൊച്ചുപടം നിങ്ങൾ എല്ലാവരും കണ്ട് വിജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കാണാത്തവര് തിയേറ്ററിൽ പോയി തന്നെ കാണില്ലേ? അപ്പോ ഒരുപാട് സന്തോഷം ഇന്ന് ഈ ഒരു സക്സസ് സെലിബ്രേഷൻ നിങ്ങളുടെ എല്ലാവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ജേർണിയില് ഇനിയും ഇതേപോലുള്ള സ്നേഹം തുടർന്നുണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു തുളസി. ഹലോ ട്രിവാൻഡ്രം, എല്ലാവരും സിനിമ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എന്തായാലും പോയി കാണണം, മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് നിങ്ങളോടൊപ്പം ഒക്കെ ആസ്വദിക്കാനും ഈ ടീമിലൂടെയൊക്കെ വന്ന് നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരാൻ പറ്റാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ആസിസിക്കയിലും ജയദീപ് സാറായാലും ഹരിശ്രേഷോ സാറായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇനിയും കാണാനുള്ളവർ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുത്തതിലും അഭിപ്രായം അറിയിക്കുന്നതിലെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു. മുന്നേ ഒരു ക്ലൂ തരാം. വിജയേട്ടൻ ഈ സിനിമയിൽ ആരെയും ചതിക്കുന്നില്ല കേട്ടോ. ബിട്രയൽ സ്റ്റാർ എന്നൊരു പേരൊക്കെ ഉണ്ട്. സന്തോഷം. അതായത് ആസിഫ് ജിയായിട്ട് ഞാൻ ആദ്യമായിട്ട് അല്ല, ഇത് ഞങ്ങൾ തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നരസിംഹമായിരുന്നാലും വലിയേട്ടനായിരുന്നാലും ലേലമായിരുന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് ആസിഫക്ക ഇപ്പം നമുക്കറിയാം ഒരു സേഫ് സോണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ മലയാളികൾക്ക് വളരെ നല്ല 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 അനുഭവങ്ങൾ നൽകുന്ന സിനിമയാണ്. കിഷ്കിന്ധകാണ്ഡമായിരുന്നാലും രേഖാചിത്രമായിരുന്നാലും ശരി, സ്ക്രിപ്റ്റ് സെലക്ഷനിലുള്ള പുള്ളിയുടെ ഒരു പാഠവും അത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. കാരണം പുതിയ പലരും അവിടെയാണ് തട്ടി വീഴുന്നത്. അപ്പോൾ ആസ്മക്കയെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു ഇത് തന്നെ ആവട്ടെ എന്നാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ സഹദേവൻ എന്ന് പറയുന്നത് എൻ്റെ സഹദേവൻ പ്രൊഡ്യൂസർ നൈസാമാണ്. കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ദുർഘടങ്ങളിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇതിൻ്റെ പ്രോപ്പർ റിലീസിങ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ച് പുള്ളി ഈ സിനിമ തിയേറ്ററിൽ കൊണ്ടുവരാൻ കാരണം പുള്ളിയുടെ മനസ്സിൽ ഒരു സിനിമ കലാകാരനുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഒരു സിനിമ ഡയറക്ഷൻ സൈഡിലൊക്കെ പഠിച്ച ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഈ സുപ്രീം കോടതി വരെ പോയിട്ട് അതിന് സ്ട്രഗിൾ ചെയ്തിട്ട് അതിനൊരു ഓർഡർ വാങ്ങിച്ചാണ് ഇത് തിയേറ്ററിൽ കൊണ്ടുവന്നത്. എന്തായാലും സന്തോഷം. എല്ലാവരും പോയി സിനിമ കാണണം, വിജയിപ്പിക്കണം. ഇതിലും വലിയൊരു വിജയമാക്കി നിങ്ങളെ മാറ്റണം. നന്ദി, നമസ്കാരം. ഒരു ഹോളിഡേ നാളെ ഞായറാഴ്ച. അപ്പൊ നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയ ദിവസം ഒരുപാട് സമയം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കാണുമ്പോ കൈ കാണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഒരു വലിയ കൈയടി എന്ന് ഞങ്ങളൊക്കെ പോയിക്കോളാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി സിനിമ കാണാനുള്ളവര് കാണണം. ആഭ്യന്തര കുറ്റവാളി സേതുവിന്റെ ആദ്യത്തെ സിനിമയാണ്. സേതു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ സ്റ്റേജിൽ വന്നത്. ഇത്രയും വർഷമായി സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും വിജയേട്ടനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷന് വരുന്നതും. അത് തിരുവനന്തപുരത്ത് തന്നെ വന്നതും അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പൊ ഈ സിനിമ തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ആവർത്തിയുടെ സ്നേഹത്തിന്റെ ഭാഷ ആഭ്യന്തര കുറ്റവാളിയുടെ വിജയ ആഘോഷമാണ് ഈ കട്ടിംഗ് സെറിമണിയിലൂടെ മനോധാരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സായം സന്ധ്യയിലെ ആഘോഷങ്ങൾ. Al
ചിരകാലവേല അലഗോലമാല അല്ല ആദ്യ സംവിധാനം ചെയ്ത സിനിമ തന്നെ ജനം ചർച്ച ചെയ്യപ്പെടുന്നു, അത് തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടുന്നു എന്ന് അറിയുന്നത് തന്നെ വലിയ സന്തോഷം. ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ കാണാത്തവർ പോയി തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. ഇതിലും വലിയ വിജയം തീരട്ടെ ഇവിടെ. താങ്ക് യു. തീർച്ചയായും ഉറപ്പായിട്ടും കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ ചെന്നിട്ട് കാണും എന്ന് നമ്മളിതാ ഉറപ്പ് നൽകുകയാണ്. നമസ്കാരം.